പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് വാചകവും പാചകവും കൂടി ചേർന്നതാണ് കേട്ടോ. ഇന്ന് നമുക്ക് 2 ചൂരക്കുട്ടി കിട്ടിയിട്ടുണ്ട്. അത് കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനിടയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. വളരെ ചെറിയ പ്രായത്തിലായിരുന്നു എൻ്റെ നിക്കാഹ് നടന്നിരുന്നത്. അതായത് 96-ലായിരുന്നു എൻ്റെ നിക്കാഹ് കേട്ടോ. അപ്പോഴേ എനിക്ക് ആ കാലഘട്ടത്തിലൊന്നും ഒരു കറിയും വയ്ക്കാൻ അറിയില്ലായിരുന്നു. അവിടെ ചെന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ മാതാവാണ് എന്നെ എല്ലാ കറികളും വയ്ക്കാൻ പഠിപ്പിച്ചത്. എൻ്റെ വീട്ടിൽ പഠിപ്പിച്ചില്ല എന്നല്ല കേട്ടോ. അന്നത്തെ കുട്ടിക്കാലത്ത് കുട്ടിക്കളികളുമായി അങ്ങനെ അങ്ങ് നടന്നു. പിന്നെ വീട്ടിൽ പാചകം ചെയ്യാനായിട്ട് കയറേണ്ടതായിട്ടില്ലായിരുന്നു. അതിനായിട്ടുള്ള ആയതുകൊണ്ട് നമുക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കറി വയ്ക്കാനൊന്നും പഠിച്ചില്ല. അതിലെൻ്റെ അമ്മയ്ക്ക് ഒരു പരാതിയും ഇല്ലായിരുന്നു. അവർ കറികളൊക്കെ വെക്കുമ്പോൾ എന്നെയും കൂട്ടുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കറികളൊക്കെ ഒരുവിധം വെക്കാൻ പഠിച്ചു. ഇപ്പോൾ നന്നായിട്ട് കറി വയ്ക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഒരു വിധം തരക്കേടില്ലാതെ കറികളൊക്കെ ഞാനും വയ്ക്കാം കേട്ടോ. പണ്ട് അവിയൽ വയ്ക്കുന്ന കല്യാണം കഴിച്ച് കൊണ്ടുപോയ സമയത്ത് അവിയൽ വയ്ക്കാൻ സമയത്ത് ഒരുപാട് വെള്ളം കൂടിപ്പോയി കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ചോറ് ഊറ്റുന്ന അരവാലയില്ലേ, ആ അരവാലയൊക്കെ വെച്ച് ഞാൻ വെള്ളം ഊറ്റിക്കൊണ്ട് നിൽക്കുന്നത് ഹസ്ബൻഡ് കണ്ടുകൊണ്ട് വരാനിടയായി കേട്ടോ. പിന്നെ അത് കുറച്ച് നാളത്തേക്ക് അതൊരു പാട്ടായിരുന്നു. എല്ലാവരോടും അങ്ങ് പറഞ്ഞു പരസ്യമാക്കി. ഇപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കറികളൊക്കെ വെക്കാൻ ഞാനും പഠിച്ചു. ഇപ്പം എല്ലാവർക്കും ഇഷ്ടമാണ് എൻ്റെ കറികളൊക്കെ കഴിക്കാനായിട്ട്. തരക്കേടില്ലാത്ത അഭിപ്രായമൊക്കെ പറയും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയും വാചകമൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാൽ പിന്നെ ഞാൻ ഈ കറികളൊക്കെ കൂട്ടിയൊന്ന് ആഹാരം കഴിച്ചിട്ട് വരട്ടെ. നിങ്ങളൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ടിരിക്കൂ. അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.